മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിനായി പിരിച്ച 59,000 രൂപയുമായി വിജിലൻസ് പിടികൂടിയ ഏജന്റാണിത്. പാലക്കാട് എരുമയൂർ സ്വദേശി ഗിരീഷിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മറ്റൊരാളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇതാണ് ഈ കഥയിലെ നായകൻ, ആലത്തൂർ ജോയിന്റ് RTO രാജു സാറിന് നൽകാൻ വേണ്ടിയാണ് ഗിരീഷ് ഏട്ടൻ പണം പിരിച്ചതെന്ന് ദോഷം പറയരുത്. രാജു സാറിന് വലിയ പിടിപാടാണ്. കാരണം 2023 സാർ തൃശൂർ വടക്കാഞ്ചേരി ജോയിന്റ് RTO ആയിരിക്കുമ്പോൾ അന്നും വിജിലൻസ് ഏതാണ്ട് 30,000 രൂപയുമായി ഏജന്റിനെ പിടികൂടിയിരുന്നു. ആ കേസിൽ രാജു സാർ അടക്കം 5 ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റ് സെക്രട്ടറിക്ക് ശുപാർശ നൽകി. എന്തോ ഇതുവരെ ഒന്നുമായില്ല. അഴിമതിക്കെതിരെ വിസിലൂതുന്ന ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. കാരണം ഗവൺമെന്റ് സെക്രട്ടറിയുടെ കയ്യിൽ എല്ലാ ഫയലും ഉണ്ടല്ലോ. ഇനി ഗിരീഷ് ഏട്ടനിലേക്ക് മടങ്ങി വരാം. കുറച്ചുനാൾ മുമ്പ് എംപ്ലോയ്മെന്റിൽ നിന്നും ആലത്തൂർ ഓഫീസിലേക്ക് ഡ്രൈവറായി വന്ന ആളാണ്. കാലാവധി കഴിഞ്ഞപ്പോൾ ഏജന്റായി. MVIയുടെ യൂണിഫോം ഇല്ലെന്നേ ഉള്ളൂ. ഗിരീഷ് ഏട്ടനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന്. ഉച്ചയ്ക്ക് 1 മണി വരെ മാത്രമേ RTO ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. പക്ഷെ ഗിരീഷ് ഏട്ടന് എപ്പോൾ വേണമെങ്കിലും കയറാം. വളർന്നു വരുന്ന നവാഗത പ്രതിഭയാണ് ഇത്. സുജീഷ് RTO ഓഫീസിലെ ക്ലർക്കാണ്, കഠിനാധ്വാനിയാണ്. എത്ര ഫയൽ വേണമെങ്കിലും നോക്കും. അതിപ്പോൾ രാത്രിയിലായാൽ കമ്പ്യൂട്ടറിന്റെ സെർവർ റൂമിലിരുന്നും പണിയെടുക്കുമെന്ന്. പക്ഷെ കൃത്യമായി പണം നൽകണമെന്ന് മാത്രം. 10ാം ക്ലാസ് തോറ്റ ഗിരീഷ് ഏട്ടന് RTO ഓഫീസിൽ സ്വന്തമായി മെയിൽ ID ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. ഇത് ഉപയോഗിച്ചാണ് ഗൂഗിൾ ഫോമിൽ 15 ദിവസം കൂടുമ്പോൾ നൽകിയ സേവനങ്ങൾക്ക് ആരൊക്കെ പണം നൽകണമെന്നുള്ള പ്രിന്റ് എടുക്കുന്നത്. ആ പ്രിന്റുമായി പണം പിരിക്കുമ്പോഴാണ് വിജിലൻസ് ഇൻസ്പെക്ടർ ഷിജു എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഗിരീഷ് ഏട്ടനെ പൊക്കിയത്. ഓണമൊക്കെ വരികയായിരുന്നു, ഒരുപാട് ചെലവും ഉണ്ടായിരുന്നു. വിജിലൻസുകാർ ഇങ്ങനെ തുടങ്ങിയാൽ വലിയ കഷ്ടമാകും കാര്യങ്ങളെ.